തോടന്നൂരിലെ KSU നേതാവ് ബിദുൽ ബാലന്റെ വീടിന് ബോംബെറിഞ്ഞ കേസ് പ്രതിയായ CPM പ്രവർത്തകൻ അധ്യാപകൻ തോടന്നൂർ മനകൽ മീതൽ മിഥുൻ ലാലിനെ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം UDYF മണിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്തത്കാവ് UP സ്കൂൾ പരിസരത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുൻ MLA പാറക്കൽ അബ്ദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു എന്നുള്ളതാണ് വിഷയം. അങ്ങനെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ പ്രതിഷേധവും അക്രമവും അഴിച്ചുവിടുകയാണെങ്കിൽ, ബോംബേറ് നടത്തുകയാണെങ്കിൽ പിണറായി വിജയൻ മുതൽ താഴോട്ടുള്ള ആളുകളുടെ ഒക്കെ വീട്ടിൽ എറിയേണ്ടി വരൂലേ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പറയുമ്പോ തന്നെ, ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോ തന്നെ രാത്രി വന്ന് ഭീകരമായി ബോംബെറിയുന്നത് ഏതെങ്കിലും ഒരു സാധാരണ ഏതെങ്കിലും ഒരാളായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും മനസ്സിലാക്കാം. ഒരു അധ്യാപകനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അത് കാണുമ്പോഴാണ് ഏറ്റവും മാനസികമായി നാട്ടുകാർക്കും എല്ലാ ആളുകൾക്കും ഒരു അധ്യാപകൻ ഇതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഭീകരമാണ്. അതിനൊരു സംശയമില്ല. ഇതിനൊക്കെ ആരാ? ഈ അധ്യാപകൻ നമ്മുടെ പ്രിയപ്പെട്ട ഈ MLA-യുടെ മാനസപുത്രനാണ്, എല്ലാവർക്കും അറിയാം. സംശയമുണ്ടോ? അപ്പൊ രാത്രിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ MLA ഉൾപ്പെടെ ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടെ തീരുമാനം എടുക്കുകയാണ്. എന്നിട്ട് ബോംബെറിയാൻ ഈ മാനസപുത്രനെ ഏർപ്പാട് ചെയ്യാണ്. അങ്ങനെ മാനസപുത്രൻ ബോംബൊക്കെ എറിഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെ MLA വരികയാണ് വീട്ടില്. ബോംബേർ നടന്ന വീട്ടിൽ വന്നിട്ട് പറയാണ്, ഇത് പാടില്ലാത്തതാണ്. ഈ അക്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. ഒരു ഭാഗത്ത് ഈ രാത്രി ഇതിന് നേതൃത്വം കൊടുക്കുക, പകല് വന്നിട്ട് ഇതിനെ നിഷേധിക്കുക. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ ഒരു നെറുകെട്ട നിലപാട്, ഒരു നാട് കത്തിക്കാൻ, ഞാൻ CPM-കാരെ മൊത്തമായി പറയില്ല, CPM-ലെ നല്ലവരായ ആളുകൾ, എനിക്ക് പറയാനുള്ളത് സൂചിപ്പിക്കാനുള്ളതും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ലവരായ ആളുകൾ ചിന്തിക്കണം. ഒരു കൂട്ടം ക്രിമിനലുകളെ വളർത്താനുള്ള ശ്രമം ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇതിനൊരു കാരണവശാലും സംരക്ഷണം കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി വന്നത്. അല്ലാതെ സ്കൂളിനെ തകർക്കാനല്ല, സ്കൂളിനെതിരെയല്ല, മറ്റധ്യാപകർക്കോ മാനേജ്മെന്റിനോ എതിരെയല്ല. ഈ സമരം ഈ CPM-ന്റെ നെറുകെട്ട നിലപാടാണ്. അതിൽ MLA ഉൾപ്പെടെ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാടിനെതിരെയാണ്. അവരാണ് ഈ നാട് കത്തിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ MLA ആണ്. അദ്ദേഹത്തിന്റെ മാനസപുത്രൻ എന്ന നിലയിൽ മിഥുനെയും കെട്ടിപ്പിടിച്ച് നടക്കുക. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതാ. എന്നിട്ട് പിറ്റേ ദിവസം ആ വീട്ടില് എങ്ങനെ ധൈര്യം വരുന്ന അവിടെ കയറി വളരെ വളരെ നല്ല നിലയിൽ വേദനയോടെ പറയാണ്, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റൂല. എന്തംഗീകരിക്കാൻ പറ്റൂല? സ്വന്തം പാർട്ടി പ്രവർത്തകരെ കൊണ്ട് വീടിന് ബോംബെറിഞ്ഞ്. അന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവര് KSU പ്രവർത്തകന്റെ അച്ഛനും അമ്മയും അവരെന്ത് തെറ്റാ ചെയ്തത്? ആ തങ്കം ബാലേട്ടനും തങ്കമ്മയും, ബാലേട്ടന് തങ്കമ്മയെ കണ്ടപ്പോ തങ്കമ്മ പൊട്ടിക്കരയാണ്. രാത്രി ശബ്ദം കൊണ്ട് ഇത് മുഴുവൻ ഗ്ലാസ് പൊട്ടി, വീട് കുലുങ്ങി, കട്ടിൽ നിന്ന് തെറിച്ച് താഴെ വീഴുന്ന സാഹചര്യം നിങ്ങൾ ആലോചിച്ചു. രാത്രി 12:30, 1 മണി, 1:30 മണിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്താ ഉണ്ടായത്? ഒരു മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു എന്നത് മാത്രം. അതിന് നേതൃത്വം കൊടുത്തതാരാ? അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു അധ്യാപകൻ. ഇത് നാടിന് തന്നെ മാനക്കേടാണ്, നാണക്കേടാണ്.
ഇപ്പൊ നേരത്തെ കാബർ സ്ക്രീൻഷോട്ട് ഉണ്ടായപ്പോഴും ഇത് തന്നെ അവസ്ഥ. അപ്പൊ ഇങ്ങനെ കുറച്ച് ആളുകളെ ഇവര് റിബേഷ് എന്ന് പറയുന്ന അധ്യാപകനായിരുന്നു അതിന് മുഴുവൻ നേതൃത്വം കൊടുത്തത് എന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ ഇങ്ങനെ കുറച്ച് ക്രിമിനലുകളെ ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ CPM-ലെ ഒരു വിഭാഗം MLA ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇവിടെ നടത്തി വരുന്ന ഈ അതിക്രമം ഇത് ജനങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം എന്ന് മാത്രമല്ല ഈ അധ്യാപകനെതിരെ നടപടി ഉണ്ടാകണം. ഒരു കാരണവശാലും ഈ അധ്യാപകനെ ഇവിടെ വെച്ച് പൊറുപ്പിക്കരുത്. അധ്യാപകൻ അയോഗ്യനാണ്, അദ്ദേഹത്തെ പുറത്താക്കണം എന്നാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതിന് സംശയമൊന്നുമില്ല.